നിങ്ങളൊരു ആർക്കിടെക്ചറോ കണ്ടന്റ് ക്രിയേറ്ററോ കോഡിംഗ് സ്റ്റുഡൻ്റ് ആണോ? ഒരു 80,000 ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടോ? വി ഹാവ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ 18,000 ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അസൂസിൻ്റെ ലാപ്ടോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കോർ 5 പ്രോസസ്സറിൽ 210H സീരീസ് 16GB റാം 1TB SSD 4060 ഗ്രാഫിക്സ് കാർഡ് വരുന്ന അസൂസിൻ്റെ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബ്ലാക്ക് മാറ്റ് കളറിലാണ് വരുന്നത്. നമുക്ക് 16 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. WUXGA സ്ക്രീനാണ് വരുന്നത്. ഇതിൽ കോർ 5 പ്രോസസ്സർ 210H സീരീസ് ആണ് വരുന്നത്. NVIDIA തന്നെ 4060 ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. AI ടോപ്സ് വരുന്നത് 194 ആണ് AI ടോപ്സ് വരുന്നത്. നമുക്കിതിൽ 16GB മെമ്മറിയാണ് വരുന്നുണ്ടെങ്കിലും നമുക്ക് 64GB വരെ ഇത് അപ്ഗ്രേഡബിൾ ആണ്. നോർമലി നമ്മൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആകുമ്പോൾ കുറച്ച് ബൾക്കി ആയിരിക്കും. 2.5 kg വെയിറ്റ് ഒക്കെ വരും. ഈ ലാപ്പ് നമുക്ക് 1.8 ആണ് വരുന്നത്. അത്ര ബൾക്കി അല്ല, സ്ലിം ലുക്കാണ് വരുന്നത് ലാപ്പ് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്താൽ തന്നെ 180 ആണ് സ്ക്രീന് വരുന്നത്. ലാപ്പ് അത്യാവശ്യം സ്ലിം ആയിട്ടും നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 16 ഇഞ്ച് സ്ക്രീൻ ഉണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്പീക്കർ വരുന്നത് നമുക്ക് സോണിക് മാസ്റ്ററിൻ്റെ, നോർമലി അസൂസിൽ എപ്പോഴും വരുന്നത് തന്നെ സോണിക് മാസ്റ്ററിൻ്റെ സ്പീക്കറാണ് നമുക്ക് വരുന്നത്. ഒരു മിഡ് റേഞ്ച് സൗണ്ടും കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവും. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമുക്ക് വലിയൊരു ടച്ച് പാഡാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടച്ചിങ് വർക്ക് ചെയ്യാൻ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടച്ചിൻ്റെ ഡിസൈൻ നോക്കി ഇത്രയും നമുക്കൊരു ഏകദേശം ഒരു 6 ഇഞ്ചിൻ്റെ അടുത്ത് വരുന്ന ടച്ച് പാഡ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്ലിം ലാപ്പാണെങ്കിലും നമുക്ക് ഡുവൽ ഫാൻ ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. 6 ഇഞ്ച് ലാപ്പാണെങ്കിലും നമുക്ക് ഡുവൽ ഫാൻ ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗ്രാഫിക്സ് റിലേറ്റഡ് PC ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹീറ്റിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ഇതിന് വേണ്ട. സ്ലിം ആണ്, അതുകൊണ്ട് ഹീറ്റിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട. നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ അതിന് വേണ്ട സൊല്യൂഷൻസും നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് നോക്കിയിട്ട് നമ്മൾ ബെസ്റ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സ്പെക്ക് ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്, ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പുഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നിങ്ങളെ റിക്വയർമെൻറ്റ് എന്താ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഏഷ്യാനെറ്റിനെ ചൂസ് ചെയ്യാം പുതിയ ലാപ്ടോപ്പ്, പുതിയ PC നോക്കുന്നുണ്ടെങ്കിൽ.